നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി സ്വല്പം ആശങ്കയോടുകൂടി ആണെങ്കിൽ പോലും അതിനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാകാനും ഒരുപക്ഷെ 3-4 മാസത്തിന്റെ ഉള്ളിൽ യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും ഉദ്ദേശിച്ച പോലെ തന്നെ ഏറ്റവും നല്ല നിലയിലുള്ള ജോലിയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. സൗഹൃദ സംഭാഷണത്തിൽ ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളുടെ രൂപകൽപ്പന ചെയ്യുവാനുള്ള ആശയങ്ങൾ സ്വീകരിക്കുവാനും പണം മുതൽ മുടക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും പണം മുതൽ മുടക്കുവാൻ കഴിവുള്ളവരെ കണ്ടെത്തുവാനും അതിനുവേണ്ടി ആശയവിനിമയം നടത്തുവാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഏറ്റെടുക്കുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 1 വർഷമായി പുതിയതായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുകയും ഇനി മുതൽ അതൊരു അടുത്ത സ്റ്റേജ് എന്നുള്ള നിലയിൽ ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരം വന്നു ചേരും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുന്നത് വഴി അർഹതയുള്ള കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പദ്ധതി സമർപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. രോഗശമനം വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് തന്നെ ചുമതലകളെല്ലാം വർദ്ധിച്ചു വരുന്നുണ്ട്. എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. ഉടമസ്ഥരുടെ പ്രത്യേക പരിഗണനയിൽ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ പോലും അവസരമുണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്ക് ഓണത്തിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം തീരുമാനിക്കുവാനും ഇടയുണ്ട്. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ ഫലപ്രദമായുള്ള രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. വിലപ്പെട്ട സമയം പാഴാക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാൻ അവസരം വന്നു ചേരും. യാതൊരു ആവശ്യവുമില്ലാതെ ബന്ധുമിത്രാദികൾ വിരോധികളായി തീരുവാനും ഒരുപക്ഷെ അവരുടെ വാക്കുകളിൽ നിന്നും സ്വല്പം അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ പ്രതികരിക്കാതെ അതെല്ലാം സ്വീകരിച്ചും കൊണ്ട് അവർക്ക് കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള ഒരവസരം, അതിനൊരു മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം, ക്ഷമ, വിനയം എന്നിവ സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഭാവിയിലേക്ക് നന്നാവുക. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ചെയ്തു വരുന്ന പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിലുപരി നേട്ടം വന്നു ചേരുകയും ഇതിന്റെ വെളിച്ചത്തിൽ ഒരു ധ്രുവീകരണം എന്ന നിലയിൽ ലാഭശതമാനം കൂടുതലുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റു ചില വിഭാഗങ്ങളെല്ലാം തന്നെ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി വലിയ വാഹനം വാങ്ങിക്കുവാൻ തീരുമാനിക്കും. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനിടയുണ്ട്. ഒരുപക്ഷെ അവരുടെ സ്വാർത്ഥ താല്പര്യവും ഉണ്ടായിരിക്കാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതുമാണ്. സ്വഭാവവിശേഷത്താൽ ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. മഹത് വ്യക്തികളുടെ പ്രവർത്തന ശൈലിയും വിജ്ഞാന ശാഖകളും സ്വന്തം നിലയിലും അവലംബിക്കുവാനും അല്ലെങ്കിൽ ഏറ്റെടുക്കുവാനും അത് അനുഗമിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. രക്തദൂഷ്യ നാഡീരോഗപീഠകൾക്ക് വിദഗ്ധമായുള്ള ചികിത്സകളൊക്കെ എല്ലാം നടത്തുമെങ്കിൽ പോലും പരിശോധനകളുടെ അടിസ്ഥാനപരമായിട്ട് പലപ്പോഴും ആധുനിക ചികിത്സാ രീതികൾക്ക് അത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സമന്വയ ചികിത്സാ രീതികൾ അവലംബിക്കാൻ തീരുമാനിക്കും. ഒപ്പം വ്യായാമത്തിനും ഭക്ഷണ ക്രമീകരണത്തിനും സമയം കണ്ടെത്തുവാൻ പോലും തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കും. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവ ഉണ്ടാകുന്നതിനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രസ്ഥാനത്തിന് അനുയോജ്യമാകും വിധത്തിൽ പ്രാവർത്തികമാക്കുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കാനും അവസരം വന്നു ചേരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പ്രാരംഭത്തിൽ 3-4 മാസത്തേക്ക് സ്വല്പം ബുദ്ധിമുട്ടുകൾ വേണ്ടിവരും, യാത്രകളൊക്കെ വേണ്ടിവരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന സങ്കല്പത്തോടുകൂടി തന്നെ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിൽ വന്ന് സ്വന്തമായിട്ടുള്ള വ്യാപാരം തുടങ്ങിയാലോ എന്ന ധാരണയുണ്ടാകുമെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള ദിശാബോധമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ ജന്മനാട്ടിൽ വന്ന് തുടങ്ങുന്ന വ്യാപാര മേഖലകളെ പറ്റിയിട്ട് പിന്നീട് മനസ്സിലാക്കുന്നതിന്റെ വെളിച്ചത്തിൽ തൽക്കാലത്തേക്ക് ഈ ആശയങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുവാനും അവിടെ തന്നെ തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങൾക്കും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള ഹ്രസ്വകാല വിളകൾക്ക് 1, 2, 3 പ്രാവശ്യമൊക്കെ വിളവെടുപ്പ് വന്നു ചേർന്നിരുന്നു. ഇനിയും ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹകരണവും സ്വീകരിക്കുവാൻ ഇടയുണ്ട്. സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്ന ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ചിലതെല്ലാം ഈ മാസം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വഴി അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുവാനോ അതല്ലെങ്കിൽ ഏൽപ്പിച്ചവരെ തന്നെ 1 മാസം കൂടി നീണ്ടു നിൽക്കും എന്ന ധാരണ പോലും അവരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വികസ്വര രാജ്യത്തിലേക്ക് ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ചെലവിനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നതിനാൽ തൽക്കാലത്തേക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള ജോലി അല്ലെങ്കിൽ വിദേശവാസം ഉപേക്ഷിക്കുവാനുള്ള തീരുമാനം ചിലർക്കൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഭാവിയിലേക്ക് അത്ര തന്നെ നല്ലതല്ല, സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലതെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കാനിടയുണ്ട്.
ആചാര മര്യാദകൾ പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഗൃഹം നിർമ്മിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ പണി ചെയ്തു വരുന്ന ഗൃഹസമുച്ചയത്തിലെ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ വാസ്തുശാസ്ത്രപ്രകാരമുള്ളത് തന്നെ വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. അടുത്ത വിദ്യാരംഭ ചടങ്ങിനോട് ബന്ധപ്പെട്ട് അരങ്ങേറ്റം എന്ന സങ്കല്പത്തോടുകൂടി പുതിയ കലാകായിക രംഗങ്ങൾക്ക് പരിശീലനത്തിൽ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സമത്വ ഭാവനയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിതൃതുല്യനായ ബന്ധുവിന്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് തണുപ്പ് രാജ്യത്ത് നിന്നും മാറി മറ്റ് സമശീതോഷ്ണ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ മാതാപിതാക്കളെ കൊണ്ടുപോവുക, വിദേശത്തേക്ക് കൊണ്ടുപോവുക എന്നതൊക്കെ തന്നെ 6 മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ ഇപ്പോൾ തന്നെ അതിനൊരു തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. ഏകാഭിപ്രായത്തോടു കൂടിയതായിട്ടുള്ള ദമ്പതികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ യുവതലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കും. വസ്തുതർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളുമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും ഗുണകരമായി തീരും. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വരുംവരായികളെ പറ്റി ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ രേഖാപരമായിട്ട് തന്നെ അവരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. 9 മാസമോ 10 മാസമോ സ്വീകരിക്കും എന്നുള്ള ഒരാശയം അവരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിനയം, ക്ഷമ, ആദരവ് തുടങ്ങിയവ സകല കാര്യപ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അനുകൂലമായിട്ടുള്ള അവസരങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ജീവിതത്തിൽ അവലംബിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും അതിലുപരി മറ്റുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. തൊഴിൽ സ്ഥാപനത്തിന്റെ ദീർഘവീക്ഷണം ലക്ഷ്യം എന്നുള്ള സങ്കല്പത്തോടുകൂടി സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സ്വീകരിക്കുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ചില മേലുദ്യോഗസ്ഥർക്ക് അതൃപ്തി വന്നു ചേരുവാൻ ഇടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലെല്ലാം വിജയം കൈവരിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പല കാര്യങ്ങളും മറന്നുപോയോ എന്ന സംശയത്തോടുകൂടി എല്ലാം ഓർമ്മിച്ച് പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്.